ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണിപ്പോൾ അവസ്ഥ. കുറച്ച് ദിവസം മുൻപ് കണ്ട ആ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ ഭംഗിയല്ല ഇപ്പോൾ. അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇലകളൊക്കെ കൊഴിഞ്ഞ് മരങ്ങൾ, അതിൽ അണ്ണാൻ ഓടി നടക്കുന്നുണ്ട്, ഒരു കറുത്തണ്ണ. ഞാൻ നടക്കാൻ അല്പം വേഗത കുറവാണ്, കാരണം ജോലി കഴിഞ്ഞ് അവശതയായി വരണേ. അത് കാരണം കൊണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് പോണ പിള്ളേർ ഇത് വെച്ച് കയറി പോകുന്നുണ്ട്. ഒരുപാട് സ്പീഡില്ലെങ്കിലും എന്നെക്കാട്ടിലും വേഗത്തിൽ അങ്ങനെ നടന്നു പോകുന്നു. ഞാൻ ഈ ഫോണും പിടിച്ച് പതുക്കെ ഇങ്ങനെ പതിയെ ഈ മരത്തിലൊന്നും ഇലകളേ ഇല്ല. കണ്ടാ, ഭംഗിയുണ്ട് കാണാൻ മരം ഇപ്പോൾ, പക്ഷെ ഇലയൊന്നുമില്ല. അതവിടെ എക്സ്പ്രസ് ബസ് പോകുന്നു, 986. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കണ്ട ഒരു ചുവന്ന മരമല്ല, ചുവന്ന ഇലകളെല്ലാം ചുവന്ന് നിന്ന മരം, അതൊക്കെ ഇപ്പോൾ ഇത് കരിയൽ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒരു പരിവായി, ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു മഴക്കാറുണ്ട്, അതിൻ്റെ ഒരു മങ്ങലുണ്ട്. എങ്കിലും കൊള്ളാം, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. മഴ പെയ്തതിൻ്റെ ചെറിയൊരു നനവുണ്ട്. ഇവിടെ സ്കൂൾ ബസ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനൊന്നും രാവിലെ നടന്നു പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ വെളുപ്പിന് ഇവിടെ എത്തുമ്പോൾ ഈ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി ഇവിടെ വരുമ്പോൾ കുരയ്ക്കും. ആദ്യ 2 ദിവസങ്ങളിലൊക്കെ ഞാൻ ഞെട്ടി, പേടിച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി, അവിടം വരെ നടന്നു വന്നിട്ട് ഇടയ്ക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും, അതിലേ നടന്നു പോകും. പിന്നെ ഇപ്പം അധികം ഈ വഴിക്കല്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ വരണത്, വേറെ വഴിക്കാണ്, അപ്പുറ സൈഡിൽ കൂടെ, ഓപ്പോസിറ്റ് സൈഡിൽ. ഇലകളെല്ലാം കൊഴിഞ്ഞത് നിലത്ത് കിടക്കണം. അവിടെ ഒരാൾ പട്ടീനെ പുറത്തേക്ക് ഇറക്കിയേക്കുവാണ്. പട്ടി അപ്പിട്ടു, അത് പുള്ളി കവറിൽ കെട്ടിയെടുത്തിട്ടുണ്ട് കളയാനായിട്ട്. വഴിയിലിട്ടേച്ച് പോയില്ലത് ഉണ്ടോ. അങ്ങനെ നമ്മൾ ഈ ഇടവഴിക്ക് കയറി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് നല്ല ക്ലീനായിരുന്നു. ഇതിപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണ് കിടന്ന് അതിൻ്റെ ഒരിതാണ്. നേരെ കാണുന്ന മരം, അത് ഒരു 2 ആഴ്ച മുൻപ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം ഇലയില്ലാണ്ടായിപ്പോൾ ഉണ്ടോ, എല്ലാം ഇല കൊഴിഞ്ഞ് നിൽക്കണം, അതിൻ്റെ ഭംഗിയെല്ലാം പോയി. ആരൊരാൾ പുലർമഴയിൽ. അങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ മരം കണ്ടോ, ഒരു പ്രത്യേകതരം കട്ട് ചെയ്ത് നിർത്തി, ഒരു ഭംഗിയല്ലേ. ഇവിടെയും മനോഹാരിത മാത്രം. ഇലപ്പൊഴിയും ശിശിരം എന്നൊക്കെ കേട്ടല്ലേ, അതാണ് സംഭവം എന്ന് തോന്നുന്നു അല്ലേ. കണ്ടാ, ഇതിനകത്ത് കുറച്ച് ഇലയിട്ട്, പക്ഷെ ഇത് കൊഴിഞ്ഞ് വീഴാറായി നിൽക്കണേ, എല്ലാം വാടി. ഇതാണ് ഈ ഇലകളുടെ കളറ്. പക്ഷെ നമുക്കിപ്പോൾ ഇതിലൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഈ ഇലയൊക്കെ അടിച്ച് വാരി കൂട്ടി
ചാക്കിൽ എല്ലാവരും വീടിൻ്റെ മുൻപിൽ ഈ വഴിയരുവത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അതൊക്കെ ഇന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. തിങ്കളാഴ്ച വെച്ചതാണ്. തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച. ഇന്നാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ചാക്ക് കൊണ്ടുപോയിട്ടില്ല. അതെന്താണാവോ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരിക്കേണ്ട ഒരു ചാക്ക്. അങ്ങനെ ക്രിസ്മസൊക്കെ ആവാറായി. അതിൻ്റേതായ ഒരു അലങ്കാരങ്ങൾ അതൊന്നും ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ബുഷ് എന്ന് പറഞ്ഞൊരു ചെടി ഇങ്ങനെ വെട്ടി ഇതുപോലെ നിർത്താറുണ്ട്. ഇത് ബുഷൊന്നും, ഇത് വേറെ ഏതോ ഒരു ചെടി ഇങ്ങനെ വെട്ടി മതിൽ പോലെ ആക്കി വെച്ചേക്കണം. കണ്ട് ഇവിടെ മതിലുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ചാക്ക് എടുത്തിട്ട് പോയിട്ടില്ല, ഇലകൾ നിറച്ച ചാക്ക്. മരന്തേ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തുള്ളത്. അങ്ങനെ ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ, ബൈ.